ഹലോ മക്കൾസ്, നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തായാലും എക്സാം കുറച്ച് ടൈറ്റ് ആയിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്ന് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ ടഫാണ് എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ 100-ലാണ് മാർക്കെങ്കിൽ അതിലൊരു 60 മാർക്കിന് ഈസി ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ സാധാ പോലെ പഠിക്കുന്ന സാധാ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. പിന്നെ ഒരു 30 മാർക്കിനുള്ളത് 60, ബാക്കി 30 മാർക്കിനുള്ളത് കുറച്ചൊരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരും, കുറച്ചൊന്ന് ആലോചിച്ചൊക്കെ എഴുതാനുള്ള ടൈപ്പ്. ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം കുറച്ചൊന്ന് ടൈറ്റ് ആക്കാനും ആ ഒരു രൂപത്തിൽ കുറച്ച് അധികം ഇരുന്ന് ആലോചിക്കാനും കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കിട്ടിയതുപോലെ A+കാരുടെ എണ്ണം ഒന്നായിട്ടുണ്ടാവില്ല, ഫുൾ മാർക്കുകാരുടെ എണ്ണം ഒരുപാട് ഉണ്ടാവില്ല, അവരുടെ എണ്ണം കുറയും, A+കാരുടെ എണ്ണം കുറയും. കാരണം ആ ലെവൽ, അതായത് A+ കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ, ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ അത്രയും ഫുൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും അറിഞ്ഞിരിക്കണം. അപ്പോൾ A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ടൈപ്പ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരാണോ, ഫുൾ A+കൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്പിലൂടെയും നിങ്ങൾ പോകണം എന്നുള്ളതാണ്. സോ ഭയങ്കര ടഫ് എന്നൊന്നും അല്ല അർത്ഥം, പക്ഷേ കുറച്ച് ലോജിക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് അതിൽ കണ്ടുപിടിക്കേണ്ടത് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്നത് മാത്രമാണ് ചോദ്യം. സോ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിന് മുകളിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. റിഡോക്സ് റിയാക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഡു നോട്ട് ഷോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആൻഡ് വൈ? താഴെ കൊടുത്ത 4 കോമ്പൗണ്ടുകളിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ കാണിക്കാത്തത് ഏതാണ്? സോ ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന് തന്നെ ഓക്സിഡേഷനും അതേ എലമെന്റിന് തന്നെ റിഡക്ഷനും നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടി ClO-, ഇത് ClO- നാട്ടോ അതിൻ്റെ ചാർജ്. സോ ClO- എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിൽ ClO- എന്ന് പറയുന്ന ഈ മൈനസ് എന്ന് പറയുന്നത് മുകളിലാണ്, സോ ഈ മൈനസ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ക്ലോറിൻ്റെ ചാർജ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓക്സിജൻ്റെ ചാർജ് -2 ആണ്. സ്വാഭാവികമായിട്ട് ഓക്സിജൻ്റെ ചാർജ് -2 ആകുമ്പോൾ ഇതിൻ്റെ ചാർജ് എത്രയായിരിക്കണം? +1 ആയിരിക്കണം. അപ്പോഴല്ലേ ടോട്ടൽ -1 വരുള്ളൂ. സോ ഇവിടെ ക്ലോറിൻ്റെ ചാർജ് -1 ആണ്. ഓക്കെ, നിൽക്കട്ടെ. ദെൻ അതുപോലെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, +1 ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ClO2- ആണ്, മുകളിലാണ് മൈനസ്, ClO2- ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ Clൻ്റെ ചാർജ് +3 ആണെന്ന് കിട്ടും നിങ്ങളിത് കണ്ടെത്തുമ്പോൾ. അപ്പോൾ Clൻ്റെ ചാർജ് ഇവിടെ +1, ഇവിടെ +3. ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ClO3-, എല്ലാം മൈനസ് ആണ് മുകളിലെ. സോ ഇവിടെ നിങ്ങൾക്ക് ചാർജ് കിട്ടുമ്പോൾ Clൻ്റെ ചാർജ് +5 ആണെന്ന് കിട്ടും. ആൻഡ് ഓൾസോ ലൈക്ക് ഇവിടെ നമുക്ക് കിട്ടും ClO4- ക്ലോറിൻ്റെ ചാർജ് +7 ആണെന്ന് കിട്ടും. ഇനി മക്കൾ മനസ്സിലാക്കണേ, ക്ലോറിന് ഏറ്റവും വലിയ ചാർജ് കിട്ടാൻ ചാൻസ് ഉള്ളത് +7 ആണ്. +7ൻ്റെ അപ്പുറം പോകൂല. +7 ആണ് ക്ലോറിന് ഏറ്റവും വലിയ ഓക്സിഡേഷൻ നമ്പർ കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതിൻ്റെ അപ്പുറം പോകൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം +7 +8 ആവില്ല, +8 +9 ആവില്ല, അതിൻ്റെ അപ്പുറം പോവില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഓക്സിഡേഷൻ നടക്കൂല എന്നല്ലേ? ഇയാൾക്ക് റിഡക്ഷൻ വേണമെങ്കിൽ നടക്കാം, ഇയാളുടെ ചാർജ് വേണമെങ്കിൽ കുറയാം, പക്ഷെ ചാർജ് കൂടുക എന്നുള്ളതല്ലേ ഓക്സിഡേഷൻ. അപ്പോൾ ഇയാൾക്ക് ഒരിക്കലും ഓക്സിഡേഷൻ നടക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ClO4- ആണ് ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷന് പോകാത്തത്. ബാക്കി എല്ലാവർക്കും പോകാൻ പറ്റും, +1-ന് അപ്പുറം ആവാൻ പറ്റും, +1-ന് താഴേക്കും വരാൻ പറ്റും, -1 ആവാനും പറ്റും, +3-ക്ക് മുകളിലേക്ക് പോകാൻ പറ്റും, +3-ക്ക് താഴേക്ക് വരാനും പറ്റും. അപ്പോൾ അവർക്കൊക്കെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും. ഇയാൾക്ക് ഓക്സിഡേഷൻ നടക്കില്ല, റിഡക്ഷൻ മാത്രമേ നടക്കൂ. സോ ഡിസ്പ്രൊപ്പോർഷനേഷന് പോവാത്തത് ഇയാളായിരിക്കും. കാരണം ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറാണ്. പോയിന്റ് കിട്ടിയോ? അപ്പോൾ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഇങ്ങനെയാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ്റെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം മക്കൾ മനസ്സിലാക്കിയാൽ മതി. മറ്റൊരു ക്വസ്റ്റ്യൻ അതേ ചാപ്റ്ററിൽ നിന്ന്. ഫ്ലൂറിൻ react with ice and results in the change H2O plus F2 gives HF plus HOF. Justify that this reaction is a redox reaction. ഒരു റിയാക്ഷൻ റിഡോക്സ് ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ അതിലെ ചാർജ് എത്തിയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നുണ്ടോ റിഡക്ഷൻ നടക്കുന്നുണ്ടോ നോക്കിയാൽ മതി. സോ H2Oയിൽ ഓക്സിജൻ്റെ ചാർജ് -2 ആണ്, ഹൈഡ്രജൻ്റെ ചാർജ് +1 ആണ്. F2-വിൽ ഫ്ലൂറിൻ്റെ ചാർജ് 0 ആണ്, F2 ഒറ്റക്കാണ് നിൽക്കുന്നത്. HF-ൽ ഫ്ലൂറിൻ്റെ ചാർജ് -1. ഫ്ലൂറിൻ്റെ ചാർജ് എപ്പോഴും ഒരു കോമ്പൗണ്ടിൽ ഫ്ലൂറിൻ്റെ ചാർജ് എപ്പോഴും -1. ഹൈഡ്രജൻ്റെ ചാർജ് സ്വാഭാവികമായിട്ടും ഇവിടെ +1. HOF-ൽ ഫ്ലൂറിൻ്റെ ചാർജ് എപ്പോഴും -1, ഹൈഡ്രജൻ്റെ ചാർജ് +1. സ്വാഭാവികമായിട്ടും ഓക്സിജന് ചാർജ് ഇല്ല, ഓക്സിജൻ്റെ ചാർജ് ഇവിടെ 0, കാരണം ഇവിടെ +1 ഇവിടെ -1. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. F2-വിൻ്റെ 0 ചാർജ് ഉള്ളത് ഇവിടെ -1 ആയി, F2-വിൻ്റെ 0 ചാർജ് ഉള്ളത് ഇവിടെ -1 ആയി. അപ്പോൾ F2-ന് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഓക്കെ, ഓക്സിജൻ്റെ -2 ചാർജ് ഉള്ളത് അപ്പുറത്ത് 0 ആയി കൂടി, അപ്പോൾ ഇത് ഓക്സിഡേഷൻ ആണ്. സോ H2Oയിലത്തെ ഓക്സിജന് ഓക്സിഡേഷൻ നടന്നു, F2-വിലെ ഫ്ലൂറിന് റിഡക്ഷനും നടന്നു. സോ
ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ഇവിടെ എവിടെയാണ്? ഓക്സിജൻ HOFൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണെന്നുള്ള ഐഡിയ കിട്ടിക്കോണം. കാരണം ഹൈഡ്രജൻ +1 ഫ്ലൂറിൻ -1 സ്വാഭാവികമായിട്ട് ഓക്സിജൻ 0 ആയിരിക്കും. Got the idea? Then, which of the following reactions is not a redox reaction? ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലേ എന്ന് തെളിയിക്കാൻ താഴെ കൊടുത്തതിൽ ചാർജുകൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചാർജ്, ഞാൻ എല്ലാം കൂടെ ചെയ്യുന്നില്ല, എല്ലാത്തിനും സമയമില്ല, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചാർജ് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഇവിടെ ഓക്സിജൻ 0, ഇവിടെ -2, അപ്പോൾ ചാർജ് കുറയുന്നുണ്ട്. ഇവിടെ 0, ഇവിടെ +1, അപ്പോൾ ചാർജ് കൂടുന്നുണ്ട്. ഇങ്ങനെ ചാർജ് കുറയുന്നുണ്ട്, ചാർജ് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഇത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഓപ്ഷൻ ബിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാൽഷ്യത്തിന്റെ ചാർജ് എപ്പോഴും +2 ആണ്. കാരണം ആൽക്കലൈൻ എർത്ത് മെറ്റൽ സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റൽസിനൊക്കെ +2 ആണ്. സോ കാൽഷ്യത്തിന്റെ ചാർജ് ഇവിടെ +2 ആണ്. ഓക്സിജന്റെ ചാർജ് ഇവിടെ -2 ആണ്, ഇവിടെയും -2 ആണ്, ഇവിടെയും -2 ആണ്. കാർബണിന്റെ ചാർജ് ഇവിടെ +4 ആണ്, ഇവിടെയും കാർബണിന്റെ ചാർജ് +4 ആണ്. നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും. അഥവാ ഇവിടെ ഒരു എലമെന്റിന് പോലും ഓക്സിഡേഷൻ നമ്പർ കൂടുകയോ ഓക്സിഡേഷൻ നമ്പർ കുറയുകയോ ചെയ്യുന്നില്ല. ഇവിടുത്തെ അതേ ചാർജാണ് അപ്പുറത്തും, ഇവിടുത്തെ അതേ ചാർജാണ് അപ്പുറത്തും. സോ ഇതാണ് നമ്മുടെ ആൻസർ. അഥവാ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്. ഇതൊരു റിയാക്ഷൻ ആണ്, പക്ഷേ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ബാക്കി എല്ലായിടത്തും ചാർജ് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, ചെയ്ത് നോക്കിയാൽ മതി. സോ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളുക. ദെൻ ഇക്വിലിബ്രിയത്തിലേക്ക് കയറിയാൽ ദ വാല്യൂ ഓഫ് Kc ഫോർ ദ റിയാക്ഷൻ 2A gives B. 2A gives B എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. പ്ലസ് B പ്ലസ് C ഈസ് 2 × 10⁻³ അപ്പോൾ Kcയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അറ്റ് എ ഗിവൺ ടൈം ദ കോമ്പോസിഷൻ ഓഫ് റിയാക്ഷൻ മിക്സർ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് A, കോൺസെൻട്രേഷൻ ഓഫ് B, കോൺസെൻട്രേഷൻ ഓഫ് C എന്ന് പറയുന്നത് 3 × 10⁻⁴ ആണ്. ഇൻ വിച്ച് ഡിറക്ഷൻ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ്? ഡയറക്ഷൻ ആണ് ചോദിച്ചത്. ഡയറക്ഷൻ അറിയണമെങ്കിൽ Kc വാല്യൂ QC വാല്യൂ അല്ലേ അറിയേണ്ടത്. Kcയും QCയും വലുതായാൽ ഫോർവേഡ്, Kc QCനേക്കാൾ ചെറുതായാൽ ബാക്ക്വേഡ്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. Kcയും QCയും ഇക്വിലിബ്രിയം ആണെങ്കിൽ, Kcയും QCയും ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ Kcയുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ QCയുടെ വാല്യൂ അറിഞ്ഞാൽ മതി. QCയുടെ ഇക്വേഷനും എന്ത് തന്നെയാണ്? QC ഈക്വൽ ടു, ഈ ഇക്വേഷൻ പ്രകാരം QC എഴുതുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A⁻². എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ഏതോ ഒരു ടൈമിൽ എയുടെയും ബിയുടെയും സിയുടെ അളവ് സെയിം ആണ്. അത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അല്ല, ഏതോ ഒരളവിൽ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇവിടെ ഇക്വിലിബ്രിയം അളവ് തന്നെ എടുക്കണമായിരുന്നു. Kc ആയിരുന്നെങ്കിൽ. ഇത് QC ആണ്. QC ആണെങ്കിൽ ഏതോ ഒരു സമയത്ത് അളവ് നിങ്ങൾക്ക് എടുക്കാം. സോ കോൺസെൻട്രേഷൻ ഓഫ് B എത്രയാണ്? 3 × 10⁻⁴. കോൺസെൻട്രേഷൻ ഓഫ് C എത്രയാണ്? അത് തന്നെ 3 × 10⁻⁴. താഴത്തും എത്ര തന്നെയാണ്? C എല്ലാത്തിൻ്റെ അളവ് 3 × 10⁻⁴/2. സോ ടോട്ടൽ 1 എന്ന് കിട്ടും. അഥവാ QCയുടെ വാല്യൂ 1, Kcയുടെ വാല്യൂ 2 × 10⁻�3. അഥവാ Kcയുടെ വാല്യൂ ചെറുതും QCയുടെ വാല്യൂ വലുതുമാണ്. സോ ദ റിയാക്ഷൻ പ്രൊസീഡ് ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ഓക്കെ, സോ QC Kc കണ്ടെത്തി ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. ദെൻ calculate the solubility of A2X3 in pure water. A2X3യുടെ solubility കാണണം. Assuming that neither kind of ion reacts with water, the solubility product KSP തന്നിട്ടുണ്ട്. KSP തന്നിട്ടുണ്ട്, solubility കാണണം, S കാണണം, KSP തന്നിട്ടുണ്ട്. സോ KSPയും എസും തമ്മിലുള്ള സിമ്പിൾ ഡയറക്ഷൻ റിലേഷൻ നമുക്കറിയാം. x⁻x × y⁻y × s⁻x + y. ദെൻ എക്സ് എന്ന് പറയുന്നത് A2X3യിൽ എയുടെ എണ്ണമാണ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, 2⁻². y എന്ന് പറയുന്നത് എക്സിൻ്റെ എണ്ണമാണ്, രണ്ടാമത്തെ ആളുടെ എണ്ണമാണ്. രണ്ടാമത്തെ ആളുടെ എണ്ണം 3 ആണ്. അപ്പോൾ 3⁻3 ഇൻറ്റു s⁻x + y 2 + 3. 2⁻2 എന്ന് പറഞ്ഞാൽ 4, 3⁻3 എന്ന് പറഞ്ഞാൽ 27, 27 × 4 എന്ന് പറഞ്ഞാൽ 108, 108 s⁻5. 108 s⁻5ൻ്റെ വാല്യൂ ആണ് KSPൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1.1 × 10⁻⁻23. എഗെയിൻ നമുക്ക് s⁻5 ഇതിൽ നിന്ന് കിട്ടും. s⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1 × 10⁻⁻23 ഡിവൈഡഡ് ബൈ 108. അങ്ങനെയാണെങ്കിൽ S = 1.1 × 10⁻⁻23 ഡിവൈഡ് ബൈ 108 the whole raised to 1/5. ഇവിടുത്തെ raised to 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ 1/5 ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get the answer 1 × 10⁻⁵ mol/liter എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചെയ്യേണ്ട ഐഡിയ. സോ പോയിന്റുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി? സോ A2X എന്നുള്ള ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ മക്കളെ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം വെൻ ഡെൽറ്റ യു എക്സ്പ്രസ് ചെയ്യണം. ഓരോ കേസിലും എങ്ങനെയാണ് ഡെൽറ്റ യു മാറുക? സോ ഡെൽറ്റ യുവിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, Q + W. ഇനി ഓരോ സിസ്റ്റത്തിലും എങ്ങനെയാണ് മാറാൻ നോക്കാം. നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, അപ്പോൾ Q0, അപ്പോൾ ഡെൽറ്റ യു = W ഫ്രം ദി സറൗണ്ടിങ്സ്, ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ +W. സോ ഡെൽറ്റ യു = W എന്ന് കിട്ടി. സിമ്പിൾ. വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദ സിസ്റ്റം ഹാവ്? ഹീറ്റ് ഉള്ളിലേക്ക് കയറി
കയറുന്നില്ലെങ്കിൽ, ഹീറ്റ് ഉള്ളിലേക്കോ പുറത്തേക്കോ വരുന്നില്ലെങ്കിൽ അത് അഡയബാറ്റിക് വാൾ ആയിരിക്കും, അത് അഡയബാറ്റിക് സിസ്റ്റം ആയിരിക്കും. സോ വാൾ ഈസ് അഡയബാറ്റിക്, വാൾ ഈസ് അഡയബാറ്റിക്, അഥവാ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ വാൾ അഡയബാറ്റിക്. ദെൻ രണ്ടാമത്തത്, നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് 0 ആണ്. ബട്ട് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം, അപ്പം മൈനസ് ക്യൂ ആണ്. സോ ഡെൽറ്റ യുവിന്റെ വാല്യൂ കിട്ടി മൈനസ് ക്യൂ, ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ ആൻഡ് ഗിവൺ ടു ദി സറൗണ്ടിങ്. വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദ സിസ്റ്റം ഹാവ്? അപ്പോൾ ഹീറ്റ് ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ തെർമലി കണ്ടക്ടിങ് വാൾ ആണ്, തെർമലി കണ്ടക്ടിങ് വാൾ ആണ്, തെർമൽ കണ്ടക്ടിങ് വാൾ ആണ് കേട്ടോ, കണ്ടക്ടിങ് വാളാണെന്ന് അർത്ഥം, കണ്ടക്ടിങ് വാളാണ്. സോ ഹീറ്റ് ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നുണ്ട്. ദെൻ W എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം മൈനസ് W ആൻഡ് Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദി സിസ്റ്റം, അപ്പോൾ പ്ലസ് Q. സോ ഡെൽറ്റ യു ഈക്വൽ ടു Q പ്ലസ് W ആണ്, Q പ്ലസ് Q ആണ്, W മൈനസ് ആണ്. സോ Q മൈനസ് W. സോ ദ ആൻസർ ഈസ് ലൈക്ക് ദിസ്. Ready? Very interesting പോയിന്റുകൾ. Then explain by giving reason whether the entropy increases or decreases in the following processes. A liquid crystallizes into solid. Liquid solidലേക്ക് മാറുമ്പോൾ എൻട്രോപ്പി കുറയും, കാരണം സോളിഡ് വെൽ പാക്ഡ് ആകും, വെൽ പാക്ഡ് ആകുമ്പോൾ ഡിസോർഡർ കുറയും. Then temperature of a crystalline solid is raised from 0 Kelvin to 115 Kelvin. ടെമ്പറേച്ചർ കൂട്ടുമ്പം മോളിക്യൂൾസിൻ്റെ ഡിസോർഡർനെസ് കൂടും, എൻട്രോപ്പി കൂടും. സോ ആ രണ്ട് ആൻസറും കിട്ടി. ഫസ്റ്റത്തെ കേസിൽ എൻട്രോപ്പി കുറയും സോളിഡ് ആകുമ്പോൾ, സെക്കൻഡ് കേസിൽ എൻട്രോപ്പി കൂടും. എന്താണ് കാരണം? ഇതാ ഇവിടെയുണ്ട്. റെഡി? ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഓൾദോ കെമിക്കൽ ബോണ്ടിലേക്ക് കയറിയ ഓൾദോ ജിയോമെട്രീസ് ഓഫ് NH3 ആൻഡ് H2O മോളിക്യൂൾസ് ആർ ഡിസ്റ്റോർട്ടഡ് ടെട്രാഹൈഡ്രൽ. NH3യുടെയും H2Oന്റെയും സ്ട്രക്ചർ ശരിക്കും ടെട്രാഹൈഡ്രൽ ഡിസ്റ്റോർട്ടഡ് ആയതാ. NH3 ട്രയാഗണൽ പിരമിഡൽ, H2O ബെൻഡ് എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്രൽ ആവേണ്ടിയിരുന്നത് ഡിസ്റ്റോർട്ടഡ് ആയതാണ്. എന്നിട്ടും രണ്ടുപേർക്കും ഡിസ്റ്റോർട്ടഡ് ടെട്രാഹൈഡ്രൽ ആയിട്ടും ഒരാളുടെ ബോണ്ട് ആംഗിൾ ഓഫ് വാട്ടർ ഈസ് ലെസ്. H2ന്റെ ബോണ്ട് ആംഗിൾ ചെറുതും NH3യുടെ ബോണ്ട് ആംഗിൾ വലുതുമാണ്. വെരി സിമ്പിൾ. NH3യുടെ ബോണ്ട് ആംഗിൾ കൂടുതലും H2ന്റെ ബോണ്ട് ആംഗിൾ ചെറുതാവാൻ കാരണം H2യിൽ 2 ലോൺ പെയർ ഉണ്ട്, NH3യിൽ 1 ലോൺ പെയറേ ഉള്ളൂ. സോ 1 ലോൺ പെയർ ആകുമ്പോൾ റിപ്പൾഷൻ അത്ര ഉണ്ടാവും, അപ്പോൾ ആംഗിൾ കുറച്ച് കുറയും. H2O 2 ലോൺ പെയർ ഉണ്ടാകുമ്പോൾ റിപ്പൾഷൻ കൂടും, അപ്പോൾ ആംഗിൾ നല്ലോണം കുറയും. സോ അതാണ് അതിൻ്റെ കാരണം. H2O ഹാസ് 2 ലോൺ പെയർസ്, NH3 ഹാസ് ഓൺലി 1 ലോൺ പെയർ, അതുകൊണ്ട് ആംഗിൾ കുറഞ്ഞതാണ്. ദെൻ compare the relative stability of the following species and indicate their magnetic properties. ഓരോരുത്തരുടെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി എത്രയാണെന്ന് അറിയണം. സ്റ്റെബിലിറ്റി അറിയണമെങ്കിൽ ബോണ്ട് ഓർഡർ അറിഞ്ഞാൽ മതി. റിലേറ്റീവ് സ്റ്റെബിലിറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബോണ്ട് ഓർഡർ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ട്രിക്ക് വെച്ചും കണ്ടുപിടിക്കാം, വേറെ ലോജിക്കലിയും കണ്ടുപിടിക്കാം. ട്രിക്ക് എന്താണെന്ന് നമുക്കറിയാം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് 14 ഒരാളുടെ കയ്യിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ 3 ആയിരിക്കും ബോണ്ട് ഓർഡർ. ഇനി താഴേക്ക് എണ്ണം കൂട്ടി വന്നാൽ അര കുറയും, മുകളിലേക്ക് എണ്ണം അങ്ങോട്ട് പോയാലും അര കുറയും. അഥവാ 13, 12, 11 ആണെങ്കിൽ അര കുറഞ്ഞു പോകും, താഴോട്ട് വന്നാലും അര കുറഞ്ഞു പോകും, അഥവാ ബോണ്ട് ഓർഡർ. ഇനി നമുക്ക് ആ ട്രിക്ക് വെച്ചൊന്ന് പറയുകയാണെങ്കിൽ നോക്കടാ, O2വിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 16 ആണ്, O2 പ്ലസിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 15 ആണ്, O2 മൈനസുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം 17 ആണ്, O2 16, അതിലേക്ക് എക്സ്ട്രാ 2 ഇലക്ട്രോൺ വന്നപ്പോൾ 18 ആണ്. നോക്കടാ, 14 കഴിഞ്ഞ് 15, 16, 17, 18 വരെ വേണം. 15ൻ്റെ ബോണ്ട് ഓർഡർ 2.5, 16ൻ്റെ ബോണ്ട് ഓർഡർ 2, 17ൻ്റെ ബോണ്ട് ഓർഡർ 1.5, 18ൻ്റെ ബോണ്ട് ഓർഡർ 1. എടാ, ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. ബോണ്ട് ഓർഡർ കൂടുക എന്ന് പറഞ്ഞാൽ ബോണ്ടുകളുടെ എണ്ണം കൂടുക. ബോണ്ടുകളുടെ എണ്ണം കൂടുമ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കും. സോ ബോണ്ട് ഓർഡർ ഇവിടെ 15 ആളുകളാണ് ഏറ്റവും കൂടുതൽ. 15 O2 പ്ലസിനാണ്. സോ O2 പ്ലസിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. റെഡി? രണ്ടാമത്തത് 16 2-ന് O2ക്കാണ് അടുത്ത സ്റ്റെബിലിറ്റി. ദെൻ അടുത്തത് 17-ന് 1.5, 17-നാണ് O2 മൈനസിനാണ് അടുത്ത സ്റ്റെബിലിറ്റി. അടുത്തത് O2 2 മൈനസിന് ഒരു ബോണ്ട് ഓർഡർ ഉള്ളൂ, ഒരു ബോണ്ടേ ഉള്ളൂ. സോ O2 2 മൈനസ് ആണ്. സോ റിലേറ്റീവ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ്. വെരി സിമ്പിൾ. നമ്മൾ ബോണ്ട് ഓർഡർ വെച്ചിട്ട് കണ്ടുപിടിച്ചു. നമുക്ക് വേണമെങ്കിൽ കോൺഫിഗറേഷൻ എഴുതിയിട്ടും കണ്ടുപിടിക്കാം. ദെൻ ആൻഡ് ഇൻഡിക്കേറ്റ് ദെയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അറിയണമെങ്കിൽ കോൺഫിഗറേഷൻ അറിയണം എന്നർത്ഥം. അപ്പോൾ ആകെ ഞാൻ O2ൻ്റെ കോൺഫിഗറേഷൻ മാത്രം എഴുതുകയാണ്. O2ൻ്റെ കോൺഫിഗറേഷൻ σ1s2 σ*1s2. ഇതും എഴുതാം. വേണമെങ്കിൽ കള്ളി വരച്ചിട്ട് പെട്ടെന്ന് എഴുതാം. കള്ളി വരയ്ക്കാൻ കുറേ സമയം എടുക്കില്ലെന്ന് ചോദിക്കും. അല്ല, ഇങ്ങനെ ജസ്റ്റ് വരകൾ ഇട്ടിട്ട് അതിന് ഇലക്ട്രോൺ കൊടുത്താൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എനിവേ ഞാൻ ഇത് എഴുതുകയാണ്. σ1s2 σ*1s2 അങ്ങനെ എഴുതൽ സാധാരണ എൻട്രൻസിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യൽ. σ*2s2, then σ2pz2, π2px equal to π2py, 2, then π*2px equal to π*2py,
1 ഇതല്ലേ 16 വന്നാലുള്ളത്. സോ 16 വരുന്ന O2 എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കാരണം അതിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. സോ O2 എന്ന് പറയുന്നത് പാരയാണ്. O2 എന്ന് പറയുന്നത് പാരയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് 2, 4, 6, 8, 10, 12, 14, 16 കറക്റ്റാണ്. ഇനി 15 ആകുമ്പോൾ എന്താ സംഭവിക്കുക? 15 ആകുമ്പോൾ ഇതിന് ഒന്ന് കുറയല്ലേ ചെയ്യുക. 15നും പാരാമാഗ്നറ്റിക് തന്നെയല്ലേ അപ്പോൾ വരിക. 15 ആകുമ്പോൾ 2, 4, 6, 8, 10, 12, 14, 15 ഇവിടെ എല്ലാം ഉണ്ടാവുക. സോ അതും പാരയാണ്. കാരണം ഒന്നിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ O2 പ്ലസും പാരയാണ്. O2 മൈനസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? O2 മൈനസ് ആകുമ്പോൾ 1 എക്സ്ട്രാ കൂടും. 17 ആകും. 17 ആകുമ്പോൾ ഇവിടെ 2 ആകും, അവിടെ 1 ആകും. അങ്ങനെ തന്നെയല്ലേ ആവുക. ഓരോന്ന് കൊടുത്തു, ഇനി എക്സ്ട്രാ ഉള്ളത് ഒന്ന് ഇവിടെയും കൊടുക്കും. സോ ഒന്നും കൂടെ എക്സ്ട്രാ ആവും. അപ്പോൾ അതെന്താണ്? അതും പാരയാണ്. കാരണം ഒരു ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ 18 ആകുമ്പോൾ ഇവിടെയും കൂടെ ഒന്നും കൂടെ വരും. അപ്പോൾ എല്ലായിടത്തും 2 എണ്ണമായി. അത് മാത്രം ഡയാമാഗ്നറ്റിക് ആകും. Is it clear? So indicate their magnetic properties. Para, dia. Set. Next question like show by a chemical reaction, classification of elements with water that Na2O is a basic oxide and Cl2O7 is an acidic oxide. Yes, നോക്കടാ. ഒരു കെമിക്കൽ വാട്ടറുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ കാണിച്ചിട്ട് Na2O ബേസിക് ഓക്സൈഡ് ആണെന്നും Cl2O7 അസിഡിക് ഓക്സൈഡ് ആണെന്ന് കാണിക്കണം. Na2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NaOH കിട്ടുമെന്ന് നമുക്കറിയാം. സോഡിയം ഓക്സൈഡിനെ വാട്ടറിലേക്ക് ഇട്ടാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. Cl2O7നെ H2 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HClO4 എന്ന് പറയുന്ന പെർക്ലോറിക് ആസിഡ് കിട്ടും. സോ നമുക്ക് ഇവിടെ ബേസ് കിട്ടി, ഇവിടെ നമുക്ക് ആസിഡ് കിട്ടി. സോ വെള്ളത്തിലിടുമ്പോൾ ബേസ് തരുന്നവൻ ബേസിക് ഓക്സൈഡും വെള്ളത്തിലിടുമ്പോൾ ആസിഡ് തരുന്നവൻ അസിഡിക് ഓക്സൈഡും. സോ Na2O ബേസിക് ഓക്സൈഡ് ആണ്, Cl2O7 അസിഡിക് ഓക്സൈഡ് ആണ്. ബാലൻസ്ഡ് ഇക്വേഷൻ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. Na2O plus H2O gives 2NaOH, Cl2O7 plus H2O gives 2HClO4 പെർക്ലോറിക് ആസിഡ്. സോ Na2O തരുന്നത് NaOH ആയതുകൊണ്ട് ബേസിക് ഓക്സൈഡ് ആണ്, മറ്റേത് അസിഡിക് ഓക്സൈഡ് ആണ്. റെഡി മക്കളെ? സെറ്റ്. ദെൻ P form PCl5 while N cannot form NCl5. ഫോസ്ഫറസ് PCl5 ഫോം ചെയ്യുന്നു, പക്ഷേ നൈട്രജൻ NCl5 ഫോം ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? നൈട്രജൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പീരീഡ് എലമെൻ്റ് ആണ്. സെക്കൻഡ് പീരീഡ് എലമെൻറ്റിന് അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. അനോമലസ് പ്രോപ്പർട്ടിയിലെ മെയിൻ പോയിന്റ്, സെക്കൻഡ് പീരീഡ് എലമെൻസിൻ്റെ ഒരു മെയിൻ പോയിന്റ്, അവർക്ക് വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ല. വേക്കൻ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഇല്ലെങ്കിൽ 5 പേർക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ഫോസ്ഫറസിന് വേക്കൻ്റ് ആയ ഡി ഓർബിറ്റൽ ഉണ്ട്, 5 പേർക്ക് സുഖമായിട്ട് കയറാം. ഇവിടെ 5 പേർക്ക് കയറാൻ പറ്റില്ല. കാരണം ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. Absence of vacant d orbitals. Okay, ready. Then calculate at the structure of atom calculate energy of 1 mole of photon of radiation whose frequency is 5 × 10⁻14 hertz. Yes, calculate energy of 1 mole of photon. Energy of photon എത്രയാണ്? E = h nu ആണ്. അത് ഒരു മോൾ ഫോട്ടോണിൻ്റെ എനർജിയാണ് E = h nu. അപ്പം n നമ്പർ ഓഫ് മോൾസ് വരികയാണെങ്കിൽ ഇൻറ്റു n ചെയ്താൽ മതി, h nu × n. എത്ര മോളാണോ അത്ര ഇൻറ്റു ചെയ്യുക. ഇവിടെ 1 മോളാണെങ്കിൽ h nu × 1, 2 മോളാണ് h nu × 2, അങ്ങനെ. ഇങ്ങനെ ഇവിടെ 1 മോളാണ്, സോറി Na എന്നാണ് ചെയ്യേണ്ടത്, h nu × Na. കാരണം എന്താ? ഇവിടെ 1 മോളാണ്, 1 മോളിൻ്റെ എണ്ണം അവിടെ ഇൻറ്റു ചെയ്യണം. സോ hൻ്റെ വാല്യൂ 6.626 × 10⁻34, ഓക്കെ, ഇൻറ്റു ന്യൂവിൻ്റെ വാല്യൂ ഫ്രീക്വൻസി ഡയറക്റ്റ് തന്നിട്ടുണ്ട് 5 × 10⁻14. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് കിട്ടുക. ഒരു ഫോട്ടോൺ, ഞാൻ നേരത്തെ ഒരു മോളിൽ നിന്ന് അറിയാണ്ട് പറഞ്ഞു പോയി തോന്നുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് കിട്ടുക, ഒരു ഫോട്ടോണിൻ്റെ എനർജി. അപ്പോൾ 2 ഫോട്ടോണിൻ്റെ എനർജി കിട്ടണമെങ്കിൽ 2 കൊണ്ട് ചെയ്യണം, 3 ഫോട്ടോണിൻ്റെ എനർജി ചെയ്യണമെങ്കിൽ 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ 1 മോൾ ഫോട്ടോണിൻ്റെ എനർജി കിട്ടണമെങ്കിൽ Na കൊണ്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ Na കൊണ്ട് ചെയ്തത്. Na എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23. ഇത്രയും ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. സോ 1 മോൾ ഫോട്ടോൺ എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ പോയിന്റ്. ആ 1 മോളും കൂടെ അതിലേക്ക് ഇൻറ്റു ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗോൾഫ് ബോൾ ഹാസ് എ മാസ് ഓഫ് 40 gram. അപ്പോൾ മാസ് 40 gram ആണ്, കിലോഗ്രാമിലേക്ക് ആക്കേണ്ടി വരും SI യൂണിറ്റിലേക്ക്. ആൻഡ് സ്പീഡ് ഓഫ് 45 m/s സ്പീഡ് തന്നിട്ടുണ്ട്, അഥവാ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇഫ് ദ സ്പീഡ് ക്യാൻ ബി മെഷേർഡ് വിത്തിൻ ആക്യുറസി ഓഫ് 2%. അവിടെയാണ് പോയിന്റ്. കാൽക്കുലേറ്റ് അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ. അപ്പോൾ നമുക്കറിയാം ΔX × ΔV > h/4πm ആണ് ഇക്വേഷനിൽ വരുന്നത്. ദെൻ പൊസിഷൻ ആണ് ചോദിച്ചത്. സോ ΔX ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ആക്കി h/4πm × ΔV ചെയ്യും. ഇതിൽ hൻ്റെ വാല്യൂ നമുക്കറിയാം 6.626 × 10⁻34. 4 അറിയാം, π അറിയാം. മാസ് കിലോഗ്രാമിലേക്ക് ആക്കണം, 40 × 10⁻³ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കണം. ΔV കാണണം. ഇവിടെ വെലോസിറ്റിയാണ് 40
45 മീറ്റർ പെർ സെക്കൻഡ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2% ആണ്. അഥവാ 45ൻ്റെ 2% കാണണം. 45ൻ്റെ 2% കാണുമ്പോഴാണ് ഡെൽറ്റ വി ആവുക. സോ ഡെൽറ്റ വി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്തിട്ട് ഡെൽറ്റ എക്സ് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഇതാ ഇവിടെ ആൻസർ ഉണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തോളാം. ചെയ്തതെല്ലാം ഇങ്ങനെയുണ്ട്. സോ 45ൻ്റെ 2% ആണ് 0.9 40 ഗ്രാം എന്ന് പറയുന്ന കിലോഗ്രാമിലേക്ക് ആകുമ്പോൾ 0.04 ആണ്. പിന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ലൈക്ക് ദിസ്. റെഡി മക്കളെ? Next, some basic concepts of chemistry. 50 kg of N2 and 10 kg of H2 are mixed to produce NH3. 50 kg N2 10 kg H2 കൂടെ മിക്സ് ചെയ്ത് NH3 പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് NH3 ഫോംഡ്. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് NH3 ഇൻ ദിസ് സിറ്റുവേഷൻ. കിലോഗ്രാം ഒന്നും കണ്ട് മക്കൾ പേടിക്കേണ്ട. സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. N2 + 3H2 gives 2NH3 എന്നല്ലേ ഇക്വേഷൻ വരുന്നത്. ദെൻ നിങ്ങൾക്ക് അറിയുന്ന ഇതിൻ്റെ ഓൾറെഡി ഉള്ളതിൻ്റെ മാസ് എഴുതിക്കേ മക്കളെ. ഇതിൻ്റെ ഓൾറെഡി ഉള്ള മാസ് N2 എന്ന് പറഞ്ഞാൽ 28 ഗ്രാമാണ്. ഓക്കെ. H2 എന്ന് പറഞ്ഞാൽ 6 ഗ്രാമാണ്. ഓക്കെ. 2NH3 എന്ന് പറഞ്ഞാൽ 34 ഗ്രാമാണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ തന്ന വെയിറ്റുകൾ എഴുതിക്കേ മക്കളെ. ക്വസ്റ്റ്യനിൽ തന്ന വെയിറ്റുകൾ ഒന്ന് N2 എന്ന് പറയുന്നത് 50 കിലോഗ്രാമാണ്. H2 എന്ന് പറയുന്നത് 10 കിലോഗ്രാമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അമോണിയ എത്ര കിലോഗ്രാം ആയിരിക്കുന്ന? സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ 28 ഗ്രാം എന്നുള്ളത് 28 കിലോ എന്ന് വായിക്കടാ. ഇത് 28 കിലോഗ്രാമാണ്. 6 ഗ്രാം എന്നുള്ളത് 6 കിലോ എന്നാക്കടാ. വെരി സിമ്പിൾ. നമ്മളെ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഗ്രാമിലല്ല എടുക്കുന്നത്, കിലോഗ്രാമിലാണ് എടുക്കുന്നത്. അപ്പോൾ 28 കിലോ N2 എടുത്താൽ എത്ര കിലോ H2 എടുക്കണം? 6 കിലോ H2 എടുക്കണം. സ്വാഭാവികമായിട്ട് റേഷ്യോ സെയിം ആയിരിക്കും അല്ലേ? റേഷ്യോ സെയിം ആയാൽ മതിയല്ലോ. ദെൻ സ്വാഭാവികമായിട്ട് എത്ര അമോണിയ കിട്ടും? 34 കിലോ കിട്ടും. സിമ്പിൾ ഹമ്പിൾ. സോ ജസ്റ്റ് കിലോഗ്രാമിലേക്ക് മാറ്റുക. സോ 28 കിലോ 6 കിലോ 34 കിലോ. അങ്ങനെയാണെങ്കിൽ 28 ഉള്ളത് 50 എടുത്തു. ഏകദേശം ഡബിളിൻ്റെ അടുത്തെടുത്തു. 1 എടുക്കും. 6 കിലോ ഉള്ളത് 10 എടുത്തു. 34 ഉള്ളത് എത്ര എടുക്കണം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 28ൻ്റെ അതേ പ്രൊപ്പോർഷൻ തന്നെയാണോ ഇവിടെ എടുത്തത് നോക്കിയാൽ മതി. അത് ചെയ്യാൻ വെരി സിമ്പിൾ. 50നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ കിട്ടുന്നത് നോക്കുക. 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വാല്യൂ കിട്ടുമെന്ന് നോക്കുക. മിക്കവാറും ഈ വാല്യൂ ചെറുതായിരിക്കും. ഈ വാല്യൂ ചെറുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേഷ്യോ പ്രകാരം കറക്റ്റ് അല്ല എടുത്തത്, ഇത് കുറവാണ് എടുത്തത്. അഥവാ H2 ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ഈ വാല്യൂ കുറവാണ്. അങ്ങനെയാണെങ്കിൽ 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടിയ വാല്യൂ തന്നെയാണ് ഈ കിട്ടേണ്ട ആൻസറിനെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടേണ്ടത്. സോ 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടില്ലേ? ആ വാല്യൂവിനെ നിങ്ങൾ 34 കൊണ്ട് ഇൻറ്റു ചെയ്താൽ, ആ വാല്യൂവിനെ 34 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്കുള്ള ആൻസർ കിട്ടും. കാരണം ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എത്രയാണ് ആൻസർ എന്ന് തീരുമാനിക്കുന്നത്. ഏകദേശം 50 ഇതിൽ ആൻസർ ഉണ്ടോ നോക്കട്ടെ. ആൻസർ ഇല്ല. ഏകദേശം 56 സംതിങ് പോയിന്റ് ആൻസർ കിട്ടും. ആൻസർ എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയത് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ 28ഉം 50ഉം തമ്മിലുള്ള റേഷ്യോ, 6ഉം 10ഉം തമ്മിലുള്ള റേഷ്യോ തമ്മിൽ ഇതാണ് ഏറ്റവും ചെറുതെങ്കിൽ അതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ഈ റേഷ്യോക്ക് അനുസരിച്ചാണ് ഇവിടെ വരേണ്ടത്. 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് ഇവിടെ ഈ നമ്പറിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടേണ്ടത്. ഇതാണ് സ്റ്റോഷിയോമെട്രിയുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലോജിക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ ഡെൻസിറ്റി ഓഫ് 3 മോളാർ സൊല്യൂഷൻ ഓഫ് NaCl is 3 molar solution of NaCl is 1.25 gram per milliliter. Calculate the molality. Molality കാണാനാണ് ചോദിച്ചത്. മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ molality equal to WB into 1000 divided by MB into WA. എന്താണ് WB? സൊല്യൂട്ടിൻ്റെ മാസ്. സൊല്യൂട്ടിൻ്റെ മാസ് അതറിയില്ല. സൊല്യൂട്ടിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. എനിവേ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് NaCl ആണ്. NaClൻ്റെ മോളാർ മാസ് NAയും Clയും കൂടെ കൂട്ടിയാൽ 58.5 കിട്ടും. സോ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കിട്ടി 58.5. ഓക്കെ. 1000 അവിടെ ഉണ്ട്. WA എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ മാസാണ്. അതും കിട്ടിയിട്ടില്ല. എങ്ങനെ ഇതെല്ലാം കൂടെ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. വെരി സിമ്പിൾ. 3 മോളാർ ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ മൊളാരിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മൊളാരിറ്റി എത്രയാണ്? 3 മോളാർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യാണ്. 3 മോളാർ ആണെന്ന് പറഞ്ഞാൽ 3 മോളാർ ആണ്. മൊളാരിറ്റി 3 മോളാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു മോളിൽ ഒരു ലിറ്ററിൽ 3 മോളാണെന്ന് പറഞ്ഞൂടെ. 3 മോൾ ഇൻ 1 ലിറ്റർ. അതിൻ്റെ കാരണം എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം അല്ലേ മൊളാരിറ്റി. സോ മൊളാരിറ്റി 3 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ വാല്യൂ 1, വോളിയം 1 ആയിട്ട് എടുത്താൽ ഇവിടെയും 3 ആയാൽ പോരെ. സോ നമ്പർ ഓഫ് മോൾ 3 ആണ്. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടി 3 ആണ്. നമ്പർ ഓഫ് മോൾസ് 3 ആണെങ്കിൽ മക്കളെ NaCl 58.5 ഗ്രാം. NaCl 58.5 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 ലിറ്ററിൽ 3 മോളല്ലേ അവിടെ എടുത്തത്? 1 ലിറ്ററിൽ 3 മൊളാരിറ്റി ആണെങ്കിൽ 3 മോളല്ലേ നമ്മൾ എടുത്തത്? അപ്പോൾ 3 മോൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോൾ 3 മോൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 മോൾ എന്ന് പറഞ്ഞാൽ 58.5 ഗ്രാം ആണെങ്കിൽ 3 മോൾ എന്ന് പറഞ്ഞാൽ 58.5 ഇൻറ്റു 3 ആയിരിക്കും. അപ്പോൾ അവിടെ ആൻസർ കിട്ടി. ഏത്? WB കിട്ടി. നമ്മളെടുത്ത മാസ് കിട്ടി. കാരണം നമ്മളെടുത്ത മാസ് എന്ന് പറയുന്നത് 3 മോളാണ്. സോ ഇവിടെ 3 എന്ന് കിട്ടി. വിച്ച് മീൻസ് നമ്മളുടെ മാസ് കിട്ടി 58.5 ഇൻറ്റു 3. 58.5 ഇൻറ്റു 3 അത് കിട്ടി. ഇനി WA കിട്ടണം.
കിട്ടണം, WA കിട്ടണം. സോ എനിവേ WB/MB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളാണ്. നമ്പർ ഓഫ് മോൾ 3 എന്നിവിടെ കൊടുത്താൽ മതി. വെരി സിമ്പിൾ, 3 എന്നിവിടെ കൊടുത്താൽ മതി. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ എത്രയാണ്? 3 ആണ്. സോ അവിടെ 3 എന്ന് കൊടുത്താൽ മതി. 3 × 1000 ഡിവൈഡഡ് ബൈ WA കൂടെ കിട്ടിയാൽ മതി. WA എങ്ങനെ കാണുക? WA കാണാനാണ് വേറൊരു ഐഡിയ തന്നത്. 1.25 gram per milliliter ആണ് ഡെൻസിറ്റി. വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഡെൻസിറ്റി ആണ് തന്നത്. ഇത് കുറച്ച് ലോജിക്ക് മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെൻസിറ്റി തന്നാൽ ഡെൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ ആണ് ഈ തരുന്നത്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് കാണണം. ഡെൻസിറ്റി എത്രയാണ്? 1.25 gram per milliliter. 1.25 gram per milliliter. 1 milliliterൽ 1.25 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 milliliterൽ 1.25 ഗ്രാം ആണെങ്കിൽ 1 ലിറ്ററിൽ എത്രയായിരിക്കും? ഇതിനെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അപ്പോൾ 1250 ഗ്രാം എന്ന് കിട്ടും. മനസ്സിലായോ? സോ 1 മില്ലി ലിറ്ററിൽ 1.25 ഗ്രാം ആണെങ്കിൽ 1 ലിറ്ററിൽ, മില്ലി ലിറ്ററിനെ ലിറ്റർക്കാക്കാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. സോ 1.25 ഗ്രാം എത്ര ഗ്രാം ആയിരിക്കും? 1250 ഗ്രാം ആയിരിക്കും. പോയിന്റ് കിട്ടിയോ മക്കളെ? ഈ പോയിന്റ് ക്ലിയർ ആയോ? സോ 1250 ഗ്രാം ആയിരിക്കും നിങ്ങളുടെ 1 ലിറ്ററിലുള്ള ആൾ. 1250 ഗ്രാം ആണ് സൊല്യൂഷൻ. ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് 1250 ഗ്രാം. എന്നാൽ വോളിയം ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, 1 ലിറ്റർ. സോ മാസ് ഓഫ് സൊല്യൂഷൻ ടോട്ടൽ 1250 ഗ്രാം. ടോട്ടൽ 1250 ഗ്രാം ടോട്ടൽ ആണെങ്കിൽ നമുക്ക് വേണ്ടത് സോൾവെൻറ്റിൻ്റെ മാസാണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസം ഇന്ന് കുറക്കണം. സൊല്യൂട്ടിൻ്റെ മാസം എത്രയാണ്? 58.5 × 3 ആണ്. 58.5 × 3 അല്ലേ സൊല്യൂട്ടിൻ്റെ മാസ്. ആ സൊല്യൂട്ടിൻ്റെ മാസിനെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ മാസ് കിട്ടും. സോ 3 × 1000 ഡിവൈഡ് ബൈ WA സോൾവെൻറ്റിൻ്റെ മാസ്. ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. മാസ് ഓഫ് NaCl 3 mol × 5. ഇതാ മാസ് ഓഫ് NaCl 175.5 കിട്ടിയിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ ആണ്. സോ മാസ് ഓഫ് സൊല്യൂഷൻ 1250 ഗ്രാം ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ മാസ് ഓഫ് സോൾവെൻറ്റ് കിട്ടാൻ 1250 സൊല്യൂട്ടിൻ്റെ മാസ് കുറച്ചാൽ യു വിൽ ഗെറ്റ് ദിസ് മാസ്, അഥവാ ഗ്രാമിൽ 1074.5 ഗ്രാം. ദെൻ അത് നിങ്ങൾ ഈ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 3 × 1000 ഡിവൈഡ് ബൈ 1074.5 ചെയ്താൽ യു വിൽ ഗെറ്റ് 2.79 മോളാൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഡെപ്തിൽ കൂടിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിച്ചോളുക. യെസ്, അങ്ങനെ A+ ഉറപ്പിക്കുക. താങ്ക് യു.